തമിഴ്നാട് സാമൂഹിക നീതി പുരോഗമന സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ് താനെന്ന പ്രവീണിന്റെ നിലപാടിനെതിരെയാണ് CPIM രംഗത്ത് വന്നത്. ER രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, എന്തായാലും CPIM അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് നിലവിൽ അവിടെ ഉണ്ടായിരിക്കുന്ന വിവാദം, അതിന്റെ പശ്ചാത്തലം, വിവരങ്ങൾ? ശ്യാമിലി, തമിഴ്നാട്ടിൽ ഒരു സീറ്റിലാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത്. അതായത് ADMK നേതാവ് CV ഷൺമുഖം അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടുകൂടിയാണ് രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ വന്നത്. ആ സീറ്റ് TVK കോൺഗ്രസ് നൽകുകയാണ് ചെയ്തത്. കോൺഗ്രസ് പ്രവീൺ ചക്രവർത്തിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. പ്രവീൺ ചക്രവർത്തിയുടെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അതായത് സഖ്യ സ്ഥാനാർത്ഥി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. TVK, കോൺഗ്രസ്, VCK, മുസ്ലിം ലീഗ്, CPI, CPM എന്നീ പാർട്ടികൾ ചേർന്നുള്ള ഒരു സഖ്യം എന്ന രീതിയിലാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് CPM അതിന്റെ സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖം തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നതിനെ കുറിച്ചോ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. മാത്രവുമല്ല, TVK സർക്കാരിന് എന്തുകൊണ്ട് CPIM പിന്തുണ നൽകുന്നു എന്ന കാര്യം നേരത്തെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവീൺ ചക്രവർത്തിയുടെ നിലപാട് ഒട്ടും യോജിച്ചല്ലാതെ അധിക പ്രസംഗം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ ആ നിലപാട് തള്ളിക്കൊണ്ടിപ്പോൾ CPIM രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്യാമിലി, ശരി.